പോകാം. RB സനൂപ് ഉണ്ട് തിരുവനന്തപുരത്തെ വിശേഷങ്ങളും വിവരങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനായി. സനൂപ്, കോവളത്ത് തന്നെയാണോ ഉള്ളത്? അവിടെ ഇത്തവണ എങ്ങനെയുണ്ട് ആവേശം? ദിവ്യ, നേരത്തെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ കൂടുതൽ ആളുകൾ കോവളം ബീച്ചിലേക്ക് വരുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. നേരത്തെ കഴിഞ്ഞ ബുള്ളറ്റിനിലേക്ക് നമ്മൾ വാർത്ത കൊടുക്കുന്ന സമയത്ത് ഇവിടെ പൊതുവെ ആളുകൾ കുറഞ്ഞ ഒരു അവസ്ഥയിൽ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഇനി ഒരു 2 മണിക്കൂറിൽ താഴെ മാത്രമാണ് പുതുവത്സരം പിറക്കാൻ ഉള്ള സമയം. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ ഇപ്പോൾ കോവളം ബീച്ചിലേക്ക് വരുന്നുണ്ട്. തലസ്ഥാന ജില്ലയെ പറ്റി പറയുകയാണെങ്കിൽ വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടികൾ തന്നെയാണ് പൊതുവെ എല്ലായിടത്തും ടൂറിസം വകുപ്പും അതേപോലെ തന്നെ സ്വകാര്യ വ്യക്തികളും സ്വകാര്യ ഹോട്ടലുകളും മറ്റുമൊക്കെ ഒരുക്കിയിട്ടുള്ളത്. പ്രധാനമായിട്ടും ഇപ്പോൾ DJ ആണല്ലോ ഒരു പ്രധാന പരിപാടി. അപ്പോൾ ശംഖുമുഖം ബീച്ചിൽ DJ തയ്യാറാക്കിയിട്ടുണ്ട്. അതേപോലെ സ്വകാര്യ ഹോട്ടലിലൊക്കെ തന്നെ DJ തയ്യാറാക്കിയിട്ടുണ്ട്. പൊതു ഇടങ്ങളിൽ ഇങ്ങനെ ആളുകൾ വന്നുകൂടി ഒരുമിച്ചിരുന്ന് ആഘോഷിക്കുന്ന പരിപാടിയാണ് ഈ പൊതുവെ ബീച്ചുകളിൽ കാണാൻ കഴിയുന്നുള്ളത്. കോവളം ബീച്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്വദേശികളുണ്ടാവും, വിദേശികളുണ്ടാവും, അങ്ങനെ സമ്മിശ്രമായിട്ടുള്ള എല്ലാ ആളുകളും വന്ന് ആഘോഷിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കോവളം ബീച്ച്. ഇപ്പോൾ ഈ കാണുന്ന പോലെ തിങ്ങി നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആളുകൾ. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ആളുകളുടെ എണ്ണം വളരെയധികം കുറവായിരുന്നു. പക്ഷേ അതിൽ നിന്ന് മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ആളുകൾ കൂട്ടത്തോടുകൂടി തുടങ്ങിയില്ലേ? വലിയ ബഹളമൊന്നും കേൾക്കാനില്ലല്ലോ. DJ ഒന്നും തുടങ്ങിയില്ലേ? പാർട്ടി ഒന്നും തുടങ്ങിയില്ലേ? ദിവ്യ, കോവളം ബീച്ചിൽ DJ പരിപാടി ഒന്നും തന്നെ ഇല്ല. ഇവിടെ ആളുകളെ വന്ന് ഒത്തുകൂടുന്ന ആണ്. പൊതുവെ അവർ തന്നെ സ്വന്തമായിട്ട് വന്നിരുന്ന് പാട്ടുപാടിയും നൃത്തം ചെയ്തൊക്കെയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഇവിടെ ഒന്ന് കൂട്ടം കൂടി ഇരിക്കുന്നേ ഉള്ളൂ. ടൂറിസം വകുപ്പിന്റെ ഭാഗമായിട്ട് ബോക്സുകളിൽ പാട്ടൊക്കെ കേൾപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് കേൾക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒന്നും ആൾക്കാർ നിൽക്കുന്നില്ല. പകരം അവരുടേതായിട്ടുള്ള ലോകത്ത് ഇങ്ങനെ ആഘോഷ പരിപാടികളുമായിട്ടും മണ്ണ് വാരി കളിച്ചും ഒക്കെ തന്നെ. അവിടെ കോവളത്ത് എനിക്ക് തോന്നുന്നു ഒരുപാട് റിസോർട്ടുകളും ഹോട്ടലുകളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടങ്ങളിലൊക്കെ കേന്ദ്രീകരിച്ചായിരിക്കും അല്ലേ ഒരുപാട് വിദേശികളൊക്കെ എത്തുന്നതും പരിപാടികളൊക്കെ നടക്കുന്നതും? അതെ ദിവ്യ, തീർച്ചയായിട്ടും. കാരണം ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചാണ് ഈ DJ പരിപാടിയും മറ്റുമൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പം കൂടുതൽ പേരും ഈ വിദേശികളൊക്കെ തന്നെ അവർ ആ ഹോട്ടലുകളുടെ DJ പരിപാടികളും മറ്റുമൊക്കെ അതിനകത്ത് ഉള്ള പരിപാടികളിലും മറ്റുമൊക്കെയാണ്. നമുക്കിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവരുടെ കുറച്ച് പ്രതികരണം കൂടി ചോദിച്ചു നോക്കാം. 2 പേരിവിടെ ഇരിപ്പുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു 2025? ഹലോ, എങ്ങനെയുണ്ടായിരുന്നു 2025? സോറി, അവർക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. നമുക്ക് അവരെ ഒഴിവാക്കി കൊടുക്കാം. പോട്ടെ. നമുക്ക് എങ്ങനെയുണ്ടായിരുന്നു ആഘോഷ പരിപാടിയൊക്കെ? ആർക്കും തന്നെ സംസാരിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് ഇവിടെ കോവളത്തുനിന്നിരിക്കുന്നത്. നമുക്ക് ആരെങ്കിലും സംസാരിക്കാൻ കിട്ടുകയാണെങ്കിൽ ദിവ്യ തീർച്ചയായിട്ടും അവരോട് ചോദിക്കാം. ഇപ്പൊ എന്തായാലും നമ്മൾ പോയവർക്കാർക്കും സംസാരിക്കാൻ താല്പര്യമില്ല. അവർ അവരുടേതായിട്ടുള്ള സ്വകാര്യതയിൽ ഇരിക്കട്ടെ. എന്തായാലും ഇനിയിപ്പോ ഈ വർഷം അവസാനിക്കുകയാണല്ലോ. അപ്പോൾ എല്ലാവരും സുഹൃത്തുക്കളുമായും ഫാമിലിയും ഒക്കെ ആയിട്ട് ഇത്തിരി നേരം ടൈം സ്പെൻഡ് ചെയ്യാം എന്ന് വിചാരിച്ചായിരിക്കും വന്നത്. ഒരുപക്ഷെ സനൂപ് മൈക്കും കൊണ്ട് ചെല്ലുമ്പോൾ അവർക്കൊന്നും പറയാനുണ്ടാകില്ല.